Hi friends, welcome back to my channel. So today's video is about option registration and the priority order that I gave to my state counseling. അപ്പോൾ നമ്മൾ priority order prepare ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ ഓരോ കോളേജിൻ്റെയും വെബ്സൈറ്റിൽ നന്നായി കയറി നോക്കുക. പിന്നെ മാക്സിമം ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കുക. അവിടെ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ലൈക്ക് മിത്സിലൊന്നും ബിലീവ് ചെയ്യാതെ അവിടെ പഠിക്കുന്നവരോട് ഫാക്ട്സ് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ യു ഷുഡ് ബി എക്സ്ട്രാ കെയർഫുൾ. കാരണം അവിടെ നമുക്ക് അതിനുള്ള അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളവരായിരിക്കുമല്ലോ പ്രൈവറ്റ് ചൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കൊടുക്കാൻ ട്യൂഷൻ ഫീസ് ഉണ്ടാവണം, സ്പെഷ്യൽ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, പിന്നെ അഡീഷണൽ ആയിട്ട് ബുക്കിൻ്റെ ഫീസ്, യൂണിഫോം, സ്റ്റെതസ്കോപ്പ്, വൈറ്റ് കോട്ട്, അങ്ങനെ എല്ലാത്തിൻ്റെയും ഫീസ് അവിടെ നിന്ന് മേടിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കരുതി വെക്കുക. പിന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജും ചൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചൂസ് ചെയ്യുക. ഫെസിലിറ്റീസ് ഇല്ലാത്ത ഒരുപാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഒരുപാടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓരോ മെഡിക്കൽ കോളേജിനെ പറ്റിയിട്ടും എന്തെങ്കിലും ന്യൂസ്, അങ്ങനത്തെ കുട്ടികൾ സമരം ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബിൽ വന്ന് കിടപ്പുണ്ട്. അതായത് ന്യൂസ് ചാനൽസ് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് അങ്ങനെ ഉണ്ടോ, അത് സത്യമാണോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രം അതൊക്കെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പ്രയോറിറ്റി ഓർഡർ ഞാൻ എൻ്റെ കൗൺസിലിങ്ങിന് വേണ്ടി കൊടുത്തതാണ്. ഈ ഓർഡറാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഓർഡർ എന്ന് പറയുന്നത് MBBS റിസൾട്ടിൻ്റെ ബേസിലുള്ള ഓർഡറൊന്നും അല്ല, കോളേജ് പെർഫോം ചെയ്തതിൻ്റെ ഓർഡറിലൊന്നും അല്ല. ലാസ്റ്റ് റാങ്ക് വരെയുള്ള, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് എത്ര വരെ കയറി, ആ ഒരു ഓർഡറിലാണ് ഈ അറേഞ്ച്മെൻറ്റ് പറയുന്നത്. എല്ലാവരും ഈ ഒരു അറേഞ്ച്മെൻറ്റ് തന്നെയാണ് അലോട്ട്മെൻറ്റിന് കൊടുക്കാറ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഡിസ്റ്റൻസും നിങ്ങൾക്ക് ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും അതൊക്കെ വെച്ചിട്ട് വേണം ഒന്നുകൂടെ കെയർഫുള്ളായിട്ട് കൊടുക്കാൻ. പിന്നെ പറയുകയാണെങ്കിൽ ഈ അലോട്ട്മെൻറ്റ്, അതായത് നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് പോലെയല്ല. നമ്മൾ ആദ്യം ഏതൊക്കെ കോളേജുകൾ കൊടുക്കുന്നുണ്ടോ അത് മാത്രമേ നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, സെക്കൻഡിലും തേർഡിലും. അപ്പം അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ കൊടുക്കുക. രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടാവുന്നതല്ല. പിന്നെ അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കൊടുത്തത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. പിന്നെ അടുത്തത് വരുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണ്. NIRF നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് പറഞ്ഞിട്ടുള്ളത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനാണ് നമ്പർ 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ അലോട്ട്മെൻറ്റ് വരുന്ന വഴി ട്രിവാൻഡ്രമാണ് സെക്കൻഡ് വരുന്നത്. പിന്നെ കോട്ടയം, പിന്നെ ആലപ്പുഴ, പിന്നെ കൊല്ലം, പിന്നെ മഞ്ചേരി, കണ്ണൂർ, എറണാകുളം, ഇടുക്കി, കോന്നി, പാലക്കാട്. ഈ ഇടുക്കി, കോന്നി, പാലക്കാട് അവിടെ സ്റ്റേറ്റ് മെറിറ്റിന് സീറ്റില്ല. അപ്പം നിങ്ങൾ പ്യുവർ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സീറ്റ് ഉണ്ടാവില്ല. ഇടുക്കി, കോന്നി, പാലക്കാട് അവിടെ ബാക്കി കാറ്റഗറി റിസർവേഷൻ ഉള്ളവർക്ക് മാത്രമേ അവിടെ സീറ്റുള്ളൂ. പിന്നെ ഈ 3 കോളേജുകളെ പറ്റിയിട്ടാണ് ഞാൻ ന്യൂസ് കണ്ടിട്ടുള്ളത്. ഫെസിലിറ്റീസ് പോരാ, ഹോസ്റ്റലില്ല, ലാബില്ല, അങ്ങനെയൊക്കെയുള്ളത്. അപ്പം നിങ്ങൾ സൂക്ഷിച്ച് ഒക്കെ കൊടുക്കുക. ഇനി നമുക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ പ്രയോറിറ്റി ഓർഡർ നോക്കാം. ആദ്യം വരുന്നത് ജൂബിലി മെഡിക്കൽ കോളേജ്, പിന്നെ അമല മെഡിക്കൽ കോളേജ്, മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ്, പിന്നെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, MES മെഡിക്കൽ കോളേജ്, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ്, ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം, മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട്, KMCT മെഡിക്കൽ കോളേജ്, ഡോക്ടർ സോമർവിൽ മെഡിക്കൽ കോളേജ് കാരക്കോണം, SUT മെഡിക്കൽ കോളേജ്, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ്, കരുണ മെഡിക്കൽ കോളേജ്, ഡോക്ടർ മൂപ്പൻ മെഡിക്കൽ കോളേജ് വയനാട്, അൽ-അസർ മെഡിക്കൽ കോളേജ്, പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഈ ഇയർ ആണ് അവിടെ MBBS കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. നേഴ്സിംഗും ഹോസ്പിറ്റലും ഒക്കെ നേരത്തെ മുതലേ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ അത്രയും കട്ട് ഓഫ് താന്നു പോയത്. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് അത് വന്നത്. ഇതായിരുന്നു ഞാൻ കൊടുത്ത പ്രയോറിറ്റി ഓർഡർ. എനിക്കതിൽ ട്രാവൻകൂർ മെഡിക്കൽ കോളേജാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ കൊടുക്കുക. പിന്നീട് റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കുക. എല്ലാം അന്വേഷിച്ചിട്ടൊക്കെ കൊടുക്കുക. ഫീസൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. താങ്ക്